എല്ലാ കൂട്ടുകാർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒലിവുമലയുടെ ചരിത്രം നോക്കാം. ഒലിവുമല എന്ന പേർ പഴയ നിയമത്തിൽ 2 വാക്യങ്ങളിലായി 3 തവണ പറഞ്ഞിട്ടുണ്ട്. ഒലിവുമരങ്ങൾ സമൃദ്ധിയായി വളരുന്നത് കൊണ്ടാണ് മലയ്ക്ക് ഈ പേർ ലഭിച്ചത്. യെരുശലേമിന് എതിരെയുള്ള മലയാണ് ഒലിവുമല. നാശപർവ്വതം, മല തുടങ്ങിയ പേരുകളിലും ഒലിവുമല പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശലോമോൻ യെരുശലേമിന് എതിരെയുള്ള മലയിൽ മ്ലേച്ഛ വിഗ്രഹങ്ങൾക്ക് പൂജാഗിരികൾ പണിതു. അത് ഈ ഒലിവുമലയിലായിരുന്നു. മധ്യദക്ഷിണ പാലസ്തീനിലൂടെ വടക്ക് തെക്കായി കിടക്കുന്ന പ്രധാന പർവ്വതനിരയുടെ ഒരു ഭാഗമാണ് ഒലിവുമല. യെരുശലേമിന് 3 കിലോമീറ്റർ കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്നു. 4 ചെറിയ കുന്നുകൾ ചേർന്ന പർവ്വതനിരയാണിത്. ഒലിവുമലയ്ക്ക് 830 മീറ്റർ ഉയരമുണ്ട്. ഇതിൻ്റെ പടിഞ്ഞാറ് ചരിവിലാണ് ഗത്ശമന തോട്ടം. കിദ്രോൻ താഴ്വര ഒലിവുമലയ്ക്കും യെരുശലേം കുന്നിനും മധ്യേ കിടക്കുന്നു. കിദ്രോൻ താഴ്വരയുടെ നടുവിലൂടെ ഒഴുകുകയാണ് കിദ്രോൻ തോട്. ഗത്ശമന തോട്ടം എന്ന് കരുതപ്പെടുന്ന സ്ഥാനത്ത് ഒരു പള്ളിയുണ്ട്. ഒലിവുമലയിൽ ഒലിവ് വൃക്ഷങ്ങൾ തിങ്ങി വളർന്നിരുന്നു. റോമൻ ചക്രവർത്തിയായിരുന്ന തീത്തോസ് ഒലിവുമരങ്ങളെ മുറിപ്പിച്ചു. കർത്താവിൻ്റെ കാലത്തുണ്ടായിരുന്നവ എന്ന് കരുതപ്പെടുന്ന 8 ഒലിവ് വൃക്ഷങ്ങൾ ഇന്നും അവിടെയുണ്ട്. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ചും തൻ്റെ പുനരാഗമനത്തെക്കുറിച്ചും പ്രഭാഷണം നൽകിയത് ഒലിവുമലയിൽ വച്ചായിരുന്നു. ഒലിവുമലയിൽ നിന്നാണ് യേശു സ്വർഗാരോഹണം ചെയ്തത്. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനവും ഒലിവുമലയിൽ തന്നെയായിരിക്കുമെന്ന് സെഖര്യാവ് 14-ാം അധ്യായം 4-ാം വചനത്തിൽ പറയുന്നു. അന്നാളിൽ അവൻ്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും എന്ന പ്രവചനത്തിൽ നിന്ന് അത് വ്യക്തമാണ്. അന്ന് ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്ന് ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. ക്രൂശീകരണത്തിൻ്റെ തലേ രാത്രി കർത്താവ് അതിവേദനയോടെ പ്രാർത്ഥിച്ചതും ഒലിവുമലയിൽ ആണ്. 2 ശമൂവേൽ 15-ാം അധ്യായം 30-ാം വചനത്തിൽ ദാവീദ് കരഞ്ഞുകൊണ്ട് ഒലിവുമല കയറിയതായി കാണുന്നു. ഒലിവുമല മുകളിൽ ഒരു സ്ഥലം ദാവീദിൻ്റെ കാലത്ത് ആരാധനയ്ക്കായി വേർതിരിച്ചിരുന്നു. എബ്രായ പാരമ്പര്യം അനുസരിച്ച് വെള്ളം കുറഞ്ഞു എന്നറിയുന്നതിന് നോഹ പുറത്തുവിട്ട പ്രാവ് ഒലിവില കൊണ്ടുവന്നത് ഒലിവുമലയിൽ നിന്നാണ്. ലേവിയ പാരമ്പര്യം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ഭസ്മം തയ്യാറാക്കിയത് ഒലിവുമലയിൽ വച്ചായിരുന്നു. യഹൂദിയ ഭക്തന്മാർ ഇസ്രായേലിൽ പുനരുദ്ധാനം പ്രാപിക്കുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. വിദൂരദേശത്ത് വച്ച് മരിക്കുന്നവർ ഭൂമിയുടെ അടിയിലുള്ള വിടവിലൂടെ ഉരുണ്ടുവന്ന് ഒലിവുമലയിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് അവർ കരുതുന്നു. യഹോവയുടെ മഹത്വം പാപം മൂലം യെരുശലേം ദേവാലയം വിട്ടുപോയി. തുടർന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ പ്രായശ്ചിത്തം കാത്തുകൊണ്ട് ഒലിവുമലയിൽ 3.5 വർഷം കറങ്ങി നിന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. യെരുശലേമിലെ യഹൂദന്മാർ ബാബിലോണിൽ പാർത്തിരുന്ന യഹൂദന്മാർക്ക് മാസപ്പിറവി അറിയിച്ചിരുന്നത് സ്തംഭദീപ ശൃംഖലയിലൂടെയായിരുന്നു. അതിൻ്റെ ആരംഭം ഒലിവുമലയിൽ നിന്നായിരുന്നു.